നമ്മൾ തുടങ്ങി. നേരത്തെ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗുണ്ട്, നമ്മളായിട്ട് ആരെയും ചൊറിയാൻ പോകില്ല, ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞാൽ മാന്തി പറിക്കും. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. തീർച്ചയായിട്ടും ഇന്ത്യ മാന്തി പറിക്കാൻ തുടങ്ങി. ഇതിനേറ്റവും അവസാനമായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത, INS സൂറത്തിൻ്റെ മിസൈൽ പ്രകടനം ഇന്ത്യ ആരംഭിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിരോധ ശക്തികളോട് കിടപിടിക്കാൻ കഴിയുന്ന INS സൂറത്ത് പാകിസ്ഥാൻ ഒന്ന് കാണേണ്ടതാണ്. നമ്മുടെ ഒരു ഒന്നൊന്നര തൃശ്ശൂർ പൂരമാണത്. അത് തുടങ്ങിക്കഴിഞ്ഞു. INS വിക്രാന്തിൻ്റെ പരിപാടികൾ വരാനിരിക്കുന്നു. ഇതൊക്കെ വളരെ സന്തോഷത്തോടുകൂടി പറയുന്നതല്ല. പക്ഷേ ഒരു രാജ്യം എന്നുള്ള നിലയിൽ പാകിസ്ഥാനോടൊപ്പം സ്വാതന്ത്ര്യം നേടിയ രാജ്യം തന്നെയാണ് ഭാരതവും. ഭാരതം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും ഒന്നു ചേർന്ന് ഭാരതത്തെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളിലൊക്കെ ഇത്രയും ഉയരങ്ങളിൽ കൊണ്ടുപോയപ്പോൾ പാകിസ്ഥാൻ എന്നും മതസ്പർദ്ധയും അയൽരാജ്യത്തെ തോണ്ടലും മാന്തലും ചീറ്റലുമൊക്കെയായി സൈനിക ഭരണവുമായി യാതൊരു ജനാധിപത്യം പോലുമില്ലാതെ കൊണ്ടു നടക്കുന്നതിൻ്റെ ബാക്കിപത്രം കൂടിയാണ് ഈ കാണുന്നതൊക്കെ. എന്തൊക്കെ പറഞ്ഞാലും ഇന്ത്യയുടെ തലയെടുപ്പുള്ള കാശ്മീർ അവർക്ക് കിട്ടില്ല എന്നവർക്കറിയാം. മാത്രമല്ല, കാശ്മീരിലെ മുസ്ലിം ജനതയടക്കം, മഹാഭൂരിപക്ഷം വരുന്ന മുസ്ലിം ജനതയടക്കം ഭാരതത്തിനോട് നിൽക്കാനാണ് താല്പര്യം കാണിക്കുന്നത്. കാശ്മീർ രാജാവുമായി ചർച്ച നടക്കുമ്പോൾ രാജാവ് പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ത്യയിൽ നിൽക്കണമെന്നാണ്. എന്തുകൊണ്ട് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പാകിസ്ഥാനിലേക്ക് അവർ പോയില്ല? അതാണ് ഇന്ത്യയിലെ നാനാത്വത്തിൻ്റെ മഹത്വം. ആ രാജ്യത്ത് തുടരുന്ന മുസ്ലിങ്ങൾ. അതുപോലെ തന്നെ ഇന്നലെ കാശ്മീരിൽ നടന്ന വലിയ പ്രകടനം, പ്രതിഷേധ പ്രകടനം കാണേണ്ടതാണ്. ലോകം കണ്ടുപഠിക്കേണ്ടതാണ്. നാളിതുവരെ സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതത്തിൽ നാളിതുവരെ കാശ്മീരിൽ പാകിസ്ഥാൻ ഭീകരാക്രമണം നടന്നുമ്പോഴൊക്കെ തന്നെ അവിടുത്തെ ജനങ്ങൾ പുറത്തിറങ്ങില്ലായിരുന്നു. പ്രത്യേകിച്ച് മുസ്ലിം സമൂഹത്തിലുള്ള ആരും തന്നെ ഇറങ്ങില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ധരിക്കുന്നത് അവരുടെ ഒരു മൗനാനുവാദമുണ്ടെന്നാണ്. ചരിത്രത്തിലാദ്യമായി അവിടുത്തെ മുസ്ലിം സ്ത്രീകളും സകലമാന ആളുകളും, സിഖുകാരും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എല്ലാം തെരുവിലിറങ്ങി ഏകോദര സഹോദരങ്ങളെ പോലെ അവർ മുദ്രാവാക്യം വിളിച്ച് പാകിസ്ഥാൻ പതാക കത്തിക്കുന്ന കാഴ്ച ഏതൊരു ഭാരതീയനും അഭിമാനമുണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും ഭാരതം തുടങ്ങിക്കഴിഞ്ഞു. 48 മണിക്കൂറിനുള്ളിൽ എല്ലാ പാകിസ്ഥാൻകാരും ഇവിടെ നിന്ന് പോകണമെന്നുള്ള തിട്ടൂരം ഭാരതം ഇറക്കി. ഇന്നിപ്പോൾ വീണ്ടും കുറച്ചുകൂടി കടുപ്പിച്ചിട്ടുണ്ട്. ചികിത്സയ്ക്കായി എത്തിയിട്ടുള്ളവരും അടിയന്തരമായി ഹോസ്പിറ്റലുകളിൽ നിന്ന്, ആശുപത്രിയിൽ നിന്ന് റിലീസ് ചെയ്യപ്പെടണം. വിസ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഹൈക്കമ്മീഷണർമാരെ തിരിച്ചു വിളിച്ചിട്ടുണ്ട്. വാഗ അതിർത്തി അടച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുമല്ലോ, വാതിലടച്ചു എന്ന് പറയുമല്ലോ. വാതിലടയ്ക്കുന്നത് വലിയ വിഷമത്തോടു കൂടിയായിരിക്കും, വേദനയോടുകൂടിയായിരിക്കും. വാഗ അതിർത്തി നമ്മൾ അടച്ചു. നദീജല കരാർ നാം റദ്ദാക്കി, അല്ലെങ്കിൽ നാം മരവിപ്പിച്ചു. എന്തായാലും ഭാരതം തുടങ്ങിയിട്ടുണ്ട്. ഈ തുടക്കത്തിൽ വലിയ നഷ്ടമുണ്ടാകാൻ പോകുന്നത് പാകിസ്ഥാനാണ്. ജലക്കരാർ മരവിപ്പിച്ചതിലൂടെ അവിടുത്തെ പാകിസ്ഥാനിലെ കൃഷിയും മറ്റും വലിയ പ്രതിസന്ധിയാണ് നേരിടാൻ പോകുന്നത്. പാകിസ്ഥാൻ അവിടുത്തെ ആഴക്കടലിൽ ചില പരീക്ഷണങ്ങൾ നടത്തുവാനുള്ള തയ്യാറെടുപ്പുകളും മിസൈൽ ആക്രമണമൊക്കെ നടത്തുമെന്നുള്ള, മിസൈൽ പരീക്ഷണമൊക്കെ നടത്തുമെന്നുള്ള വാർത്താക്കുറിപ്പുകൾ പാകിസ്ഥാനിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു മുഴ മുന്നേ എന്നുള്ള നിലയിലാണ് അവർ വാർത്താക്കുറിപ്പ് കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മളിവിടെ INS സൂറത്തിനെ രംഗത്തിറക്കി കഴിഞ്ഞു. വളരെ ഗൗരവതരമായിട്ടാണ് ഭാരതം, ഇന്ത്യ ഇത് കാണുന്നത്. ഇതിൽ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല. ഒരു രാഷ്ട്രമെന്നുള്ള നിലയിൽ സ്വാതന്ത്ര്യം കിട്ടിയ അന്നു മുതൽ നമ്മെ ചൊറിയുന്നതാണ്. മുഹമ്മദ് ജിന്ന ആവശ്യപ്പെട്ട പ്രകാരം വളരെ വേദനയോടുകൂടിയാണെങ്കിലും ഗാന്ധിജി അടക്കമുള്ള ആളുകൾ സമ്മതിച്ചതല്ലേ? ഞങ്ങൾക്കൊരു രാഷ്ട്രം വേണം, ഞങ്ങൾ മുസ്ലിങ്ങളാണ്, ഞങ്ങൾക്കൊരു രാഷ്ട്രം വേണമെന്ന് പറഞ്ഞപ്പോൾ അനുവദിച്ചു കൊടുത്തതല്ലേ? പിന്നെന്തിനാണ് വീണ്ടും ആ രാഷ്ട്രം വളരുന്നതിന് പകരം ആദ്യം അവിടെയുള്ള ഹിന്ദുക്കളെയെല്ലാം നശിപ്പിച്ചു, അവരെ മതം മാറ്റി, അവരെ ഉപദ്രവിച്ചു. പിന്നീടാകട്ടെ ഇങ്ങോട്ട് ഭാരതത്തിന് കണ്ണുവച്ച് കാശ്മീരെന്നും സിംല എന്നും ഹിമാചൽ പ്രദേശ് എന്നൊക്കെ പറഞ്ഞ്. അതുപോലെ തന്നെ പാകിസ്ഥാൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, 1972 ഷിംല കരാർ മരവിപ്പിക്കും. പാകിസ്ഥാൻ തീക്കൊള്ളി കൊണ്ട് തല ചൊറിയരുത്. നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? ഹസൂർ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ തീവ്രവാദത്തിന് നേതൃത്വം കൊടുത്തുള്ള ഹസൂർ എന്ന് പറയുന്ന അദ്ദേഹം വന്ന് നിലവിളിച്ചിട്ടുണ്ട്. അയ്യോ, ഞാനിതൊന്നും ചെയ്തില്ലേ, ഞങ്ങളിതൊന്നും അറിഞ്ഞിട്ടില്ലേ, എന്തിനാണ് പാകിസ്ഥാനെതിരെ ഇത്രയും പ്രതിരോധം? ലോകരാജ്യങ്ങളെ ഞങ്ങൾക്ക് കൂട്ടുനിൽക്കൂ. ഭാഗ്യവശാൽ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, അമേരിക്ക, ചൈന, ഫ്രാൻസ്, ജർമ്മനി, UK, പിന്നെ അതുപോലെ തന്നെ സൗദി അറേബ്യ, മുസ്ലിം രാഷ്ട്രങ്ങളും ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളും എല്ലാ രാഷ്ട്രങ്ങളും ഭാരതത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പണി തുടങ്ങിക്കഴിഞ്ഞു. പാകിസ്ഥാൻ ജാഗ്രതയിൽ വളരെ ശ്രദ്ധിക്കണം. നിങ്ങളുടെ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വലിയ ദുരന്തമാണ് വാങ്ങിക്കൊടുക്കുന്നത്.
നിങ്ങളവിടെ സൈനിക മേധാവി പറഞ്ഞു, കഴുത്തിലെ ഞരമ്പാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലെ ഞരമ്പാണ് ഭാരതത്തിലെ കാശ്മീർ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾക്കെങ്ങനെ അത് പറയാൻ കഴിയുന്നു? 2 രാജ്യമല്ലേ, ഞങ്ങളുടേതാണ് കാശ്മീർ. ഒരു കാരണവശാലും അത് തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കരുത്. അങ്ങനെ പ്രതീക്ഷയില്ലാതിരിക്കുമ്പോഴും എന്തിനാണ് ഇത്തരത്തിൽ ഉള്ള വിഘടനവാദ പ്രവർത്തനങ്ങൾ രാജ്യത്ത് പ്രകോപിപ്പിക്കുന്നത്? നിങ്ങൾ എന്ത് ധരിച്ചു? ഇവിടെ വന്നിട്ട് മതത്തിൻ്റെ പേരിൽ ഹിന്ദുവിനെ മുസൽമാനുമായിട്ടുള്ള സഞ്ചാരികൾ വന്നെങ്കിൽ അതിൽ ഹിന്ദുവിനെ മാത്രം വേർതിരിച്ച് ഹിന്ദുവാണോ എന്ന് ചോദിച്ച് ഹിന്ദുവിനെ കൊന്നാൽ ഭാരതത്തിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലടിച്ച് തെരുവിൽ യുദ്ധം പോർക്കളം ഉണ്ടാകുമെന്ന് കരുതിയോ? നിങ്ങൾക്ക് തെറ്റി ഭാരതത്തിലെ മുസ്ലിങ്ങളെ വിലയിരുത്തുന്നതിലും ഹിന്ദുക്കളെ വിലയിരുത്തുന്നതിലും. എന്തായാലും ഭാരതം വളരെ ഐക്യത്തോടുകൂടി പുറപ്പെട്ടു കഴിഞ്ഞു. യുദ്ധത്തിൻ്റെ കാഹളം മുഴങ്ങിയെന്ന് പറയുന്നില്ല, എങ്കിലും നമുക്ക് ചിലപ്പോൾ അങ്ങനെയെങ്കിൽ രണാങ്കണത്തിലാണ് കാണേണ്ടതെങ്കിൽ അവിടെയും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഭാരതം ബഹുദൂരം മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വളർച്ചയും നിങ്ങൾ കാണേണ്ടതുണ്ട്.